ദൈവം എന്നെ കരകയറ്റും. കരകയറ്റാൻ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ്. ദൈവം തൻ്റെ കരം നീട്ടി എന്നെ കരകയറ്റും. കരകയറാൻ വേണ്ടിയല്ലേ ഈ ബടാപ്പാട് മുഴുവൻ ചെയ്യുന്നത്? ഒന്ന് കരകയറണമെന്ന് ആഗ്രഹിച്ചല്ലേ ഈ പ്രാർത്ഥനയും ഈ അധ്വാനം എല്ലാം ചെയ്യുന്നേ? അതാ നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വചനം, ദൈവസ്വരം നിങ്ങൾ കേൾക്കുകയാണ്. വചനത്തിൻ്റെ ദൈവസ്വരം, എൻ്റെ ദൈവം എന്നെ കരകയറ്റും. മനുഷ്യർ പറഞ്ഞു, നീ കരകയറാൻ സാധ്യതയില്ല. ഞാൻ കരകയറാൻ സാധ്യതയില്ലെന്ന് കണ്ട് പലരും എന്നോട് വിട്ടുപോയി, പിണങ്ങിപ്പോയി, അകന്ന് നിൽക്കുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല, വീട്ടിൽ വരുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അവർ വിചാരിച്ചു ഈ അവസ്ഥയിൽ നിന്ന് ഈ പുള്ളി കരകയറത്തില്ല. ദൈവത്തിലാണോ കുഞ്ഞെ നിങ്ങൾ ആശ്രയിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെയാണോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഈ ദൈവം, ഈ വാക്കു പറഞ്ഞ ദൈവം, ഈ വിശ്വാസത്തിൻ്റെ ഈ ഒരു അംശം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ഈ വാക്കു പറഞ്ഞ ദൈവം നിങ്ങൾ ഉറപ്പായും വിശ്വസിച്ചോ, നിങ്ങൾ കരകയറിയിരിക്കും. നിങ്ങൾ കരകയറിയിരിക്കും. ആ കരകയറിയതാണ് നാളുകളിൽ സാക്ഷ്യമായി നിങ്ങളുടെ ശബ്ദം ഉയരുന്നത്. നിങ്ങളൊരു അനുഗ്രഹത്തെ പറയും. സാക്ഷ്യം പറയുന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു അനുഗ്രഹത്തെ പറയും. ഞാൻ എൻ്റെ ദൈവം നൽകിയ അനുഗ്രഹത്തെ വിളിച്ചു പറയും. എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ എൻ്റെ മക്കളോട് പറയും, എൻ്റെ കുടുംബക്കാരോട് പറയും, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയും. അതും സാക്ഷ്യമാണ്. എന്തോ കരകയറ്റി അത് കഴിഞ്ഞൊന്നും ഇല്ലെന്നല്ല, എവിടെ എത്തിച്ചു എഴുതിയിട്ടുണ്ട്. അടുത്ത വാക്യം, എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. ഏതു പാറയിൽ? ദൈവം ഉറപ്പിച്ചു നിർത്തുന്ന സ്ഥലം. പാറ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള സ്ഥലമാണ്. ചെളി പോലെയല്ല, ഭീകരമായ ഗർത്തം പോലെയല്ല. ദൈവം എന്നെ നിർത്തുന്നത് ഉറപ്പുള്ള പാറയിലായിരിക്കും. ദൈവം നിന്നെ നാളുകളിൽ എത്തിക്കുന്നത് ഉറപ്പുള്ളൊരു സ്ഥലത്തായിരിക്കും. നിനക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടെ ജീവിക്കാൻ, കുടുംബമായി ഒക്കെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ സ്ഥലത്തായിരിക്കും ദൈവം നിന്നെ ഉറപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന കുടുംബജീവിതക്കാർ മാത്രമല്ല, വിവിധ ജീവിതാന്തസ് ജീവിക്കുന്നവരുണ്ട്. ഇന്നും നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലും ആകെ ഭീകരമായൊരു ഗർത്തത്തിലുമൊക്കെ മനസ്സിന് സന്തോഷമില്ല, ഒരൊറ്റപ്പെടൽ, ഒരു ഏകാന്തത, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. ദൈവം നിൻ്റെ കൈ പിടിച്ച് നീ ആഗ്രഹിക്കുന്ന ആ ഉറപ്പുള്ള സ്ഥലത്ത്, അത് ഭൗതിക മണ്ഡലമായാലും ആത്മീയ മണ്ഡലമായാലും, ആ പാറമേൽ ദൈവം നിന്നെ നിർത്തും. എന്നിട്ടോ കാൽവെൽപ്പുകൾ, കാൽ ചുവടുകൾ സുരക്ഷിതമാക്കി. പിന്നീട് ഒരു കുഴിയിലും വീഴാത്ത വിധത്തിൽ, ഒരു ചെളിയിലും പുതഞ്ഞു പോകാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ കാൽപ്പാടുകളെ, കാൽവയ്പ്പുകൾ, കാൽ ചുവടുകൾ സുരക്ഷിതമാക്കി. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഈ 2025 നിങ്ങളുടെ കാൽവെപ്പുകൾ സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ.